ദക്ഷിണപൂർവേഷ്യ. പശ്ചിമേഷ്യൻ യുദ്ധം 10ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ അമേരിക്ക അതിർത്തി പ്രഖ്യാപിച്ചു. ടെഹ്റാനിലെ ഏകദേശം 30ഓളം എണ്ണ സംഭരണശാലകളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ആക്രമണത്തിന് മുൻപ് അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ആക്സിയോസ് റിപ്പോർട്ടിന്റെ പ്രകാരം ആക്രമണത്തിന്റെ വ്യാപ്തി കണ്ട് ഞെട്ടിയ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനോട് കടുത്ത സന്ദേശമാണ് കൈമാറിയത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം സഖ്യകക്ഷികളായ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആദ്യത്തെ പ്രധാന അഭിപ്രായ വ്യത്യാസമാണിതെന്നാണ് വിലയിരുത്തൽ. എണ്ണ സംഭരണശാലകൾ കത്തിയെരിയുന്നത് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാനിടയാക്കുമെന്നും ഇത് ഇറാനിലെ ഭരണകൂടത്തിന് അനുകൂലമായ പൊതുവികാരമുണ്ടാക്കുമെന്നും അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് നല്ല ആശയമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി താഴെ കൊടുത്ത ലിങ്കിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ എന്റെ നാട് വാർത്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 8129622285